മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ കണ്ണുമടച്ച് തന്നെ പിൻപറ്റിയ ആളുകൾക്ക് മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി അസ്സലാമു അലൈക്കും എന്ന് അവസാനിപ്പിച്ചിട്ട് അങ്ങ് എഴുന്നേറ്റ് പോക്കല്ല. ഞങ്ങളൊക്കെ ഇമാമിങ്ങളാണ്. ഇമാമിങ്ങളുടെ റൂമിലേക്ക് കടക്കാൻ മുന്നിൽ കൂടി ഒരു ഡോർ ഉണ്ട്, അങ്ങോട്ടും കടക്കും, അവസാനം വരും, ആദ്യം എഴുന്നേറ്റ് പോകും. അങ്ങനെയല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയാൽ ഉടനെ തിരിഞ്ഞിരിക്കുമായിരുന്നു എന്നാണ്. ആ തിരിഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ഇടയിൽ ഇപ്പോൾ തർക്കം. തിരിഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ വലതു ഭാഗത്തേക്കും മറ്റു ചിലപ്പോൾ നേരെ ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് ഇരിക്കുമായിരുന്നു. എന്നിട്ട് എന്താ ചെയ്യുക? അത്യാവശ്യം തന്റെ ദിക്റുകൾ ദുആകളൊക്കെ പറഞ്ഞതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സദസ്യരുടെ, സമൂഹത്തിന്റെ, നാട്ടുകാരുടെ, ജനത്തിന്റെ മുഖഭാവങ്ങളിലേക്ക് പോലും നോക്കും. ഓരോരുത്തരുടെയും മനസ്സ് വായിക്കും. അവരുടെ ആവശ്യങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കും. ഓരോരുത്തരോടും അവരുടെ അവശതകളെ കുറിച്ചിട്ട് ചോദിക്കും. എത്രത്തോളം എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കും, ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സ്വപ്നം കണ്ടോ? ഞാൻ സാധാരണ പറയാറുണ്ട്, മുഹമ്മദ് എന്ന നേതാവ്, മുഹമ്മദ് എന്ന ലീഡർ, മുഹമ്മദ് എന്ന ഭരണാധികാരി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇമാം എന്ന ഖതീബ് സമൂഹത്തിന്റെ സദസ്യരുടെ പിന്നിൽ തുടരുന്നവരുടെ ബാഹ്യമായ അവസ്ഥകൾ മാത്രമല്ല, അവർ കണ്ട രാത്രിയിലെ സ്വപ്നത്തെ പോലും അന്വേഷിച്ചിട്ട് എന്തെങ്കിലും സ്വപ്നം കണ്ടെങ്കിൽ പറയൂ, ഞാനതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാമെന്ന് പറയും. ഏതെങ്കിലും ഒരു മനുഷ്യൻ രാത്രി മൊത്തം നിന്ന് നിസ്കരിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ കഴിയാതെ പോയാൽ എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കും. അവന്റെ സാമ്പത്തികമായ, ശാരീരികമായ, കുടുംബപരമായ പ്രശ്നങ്ങളിൽ മുഴുവൻ ഇടപെടും. മാറി നിൽക്കലല്ല, ഇടപെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്റെ സദസ്യരെ നയിക്കുകയും സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്തപ്പോൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചെന്ന് കേട്ടപ്പോൾ, ഇനി മുഹമ്മദിനെ കാണാത്ത കണ്ണുകൾ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ തങ്ങളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. മുഹമ്മദ് ഇല്ലാത്ത ലോകത്ത് ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ആത്മഹത്യക്ക് ശ്രമിച്ചു. മുഹമ്മദ് ഇല്ലാത്ത മദീനയിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് സന്തത സഹചാരിയായി ഒപ്പം നടന്ന ബിലാല് നാട് വിട്ടുപോയി ഡമാസ്കസിൽ പോയി ഒളിച്ചു താമസിച്ചു. വാസ്തവത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിട്ട് പോയ നേതൃത്വം ഇതാണ്, ലീഡർഷിപ്പ് ഇതാണ്, ഉമറ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്.